ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് നെതർലൻഡ്സിൽ നിന്ന് നമ്മൾ ലണ്ടനിലേക്ക് ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ ദി ഹേഗ് എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നാട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഫ്ലിക്സ് ബസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്തത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഏകദേശം 10 മണിക്കൂർ എടുക്കും ടോട്ടൽ ട്രാവൽ ടൈം എന്ന് പറയുന്നത്. എൻ്റെ ബസ് രാത്രി 10:55 അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഫ്ലിക്സ് ബസ്സിൻ്റെ ഒഫീഷ്യൽ ബസ്സൊന്നും അല്ലെങ്കിലും ബസ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 10 മണിക്കൂർ ട്രാവൽ ടൈം ഉള്ളപ്പോൾ സുഖമായി ഒന്ന് ഉറങ്ങാമെന്നുള്ള കാൽക്കുലേഷനിലായിരുന്നു ഞാൻ ബസ്സിൽ കയറിയിരുന്നെങ്കിലും ഉറക്കമൊട്ടും നടന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടുന്ന് നെതർലൻഡ്സിൽ നിന്ന് നമ്മൾ ലണ്ടനിലേക്ക് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പലയിടത്തും നിർത്തി ഇതൊക്കെ ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഫ്രാൻസിൻ്റെ ബോർഡറിലെത്തി. ഇനി സത്യം പറഞ്ഞാൽ നമുക്കിവിടെ ആക്ച്വലി എല്ലാ ഇമിഗ്രേഷനും കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം നമ്മുടെ ഈ പറയുന്ന കണക്ക് ഹാൻഡ് ബാഗേജ് എല്ലാം ചെക്ക് ചെയ്യും, എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കിൻ പോലെ തന്നെ. അതിനുശേഷം ഫ്രഞ്ച് ഇമിഗ്രേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ക്യൂ നിന്ന് നമ്മൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം പിന്നെ UK ഇമിഗ്രേഷൻ ഉണ്ട്. ആ UK ഇമിഗ്രേഷനിലും ക്യൂ നിന്ന് നമ്മൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബസ്സിൽ കയറുവാണ്. അതിനുശേഷം നമ്മൾ ബസ്സിൽ വന്നിട്ട് നമ്മൾ ഈ ഫെറി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മുടെ ഫെറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫെറിയിലേക്ക് ബസ്സിൽ കയറുവാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇമിഗ്രേഷൻ ചെക്കിങ് കഴിഞ്ഞ് 5 മണിക്ക് വന്ന് ഈ ഫെറിയുടെ മുമ്പിൽ പാർക്ക് ചെയ്തെങ്കിലും ഫെറി സ്റ്റാർട്ട് ചെയ്യുന്ന 6:05 ആയതുകൊണ്ട് ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഫെറിയിലേക്ക് കയറുന്നത്. ഇനി നമ്മൾ ഫെറിയിൽ കയറിയതിന് ശേഷം ബസ് പാർക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ വീണ്ടും ബസ്സിൽ നിന്ന് ഇറങ്ങണം. നമുക്ക് ബസ്സിലിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 5 ഫ്ലോറോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് സ്പേസ് മാത്രമാണ്. അപ്പോൾ ഈ പറയുന്നത് കാറ്, ബസ്, അതുപോലെ ട്രക്ക്, ഒത്തിരി വെഹിക്കിൾസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഡെക്ക് ഉള്ളതെന്ന് പറയുന്നത് ഇതുപോലെ ആൾക്കാർക്ക് ഈ പറയുന്നത് റെസ്റ്റ് എടുക്കാനും റെസ്റ്റോറൻറ്റ്സും അതുപോലെ പർച്ചേസ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പും എല്ലാം ഉണ്ട്. നമ്മൾ ഫെറി കയറുന്നതിന് മുമ്പ് നമുക്കൊരു മീൽ വൗച്ചർ ഫ്ലിക്സ് ബസ് കയറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വൗച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൽ പ്ലസ് ഒരു ഡ്രിങ്കിനുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ ഇതിനകത്ത് പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിലെവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് മേടിച്ച് കഴിക്കാവുന്നതാണ്. ഫെറി കയറി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ ഒത്തിരി ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഓൺ ദി വേ കണ്ടു, പല റെസ്റ്റോറൻറ്റ്സ് കണ്ടു. അതുപോലെ ഈ പറയുന്നതൊക്കെ 2 ഡെക്ക് ഞാൻ കയറി മൊത്തത്തിലൊന്ന് കണ്ടു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അടിപൊളിയാട്ടോ. നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ആണ്. നമുക്കൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സോഫാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കൊന്ന് ഉറങ്ങണമെങ്കിൽ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നത് ഫുഡ് മേടിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ബർഗറും അതുപോലെ തന്നെ കോഫി ആട്ടോ മേടിച്ചത്. ഇനി ഫെറിക്കകത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ഏകദേശം 2 മണിക്കൂറിനകത്ത് യാത്രയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എൻട്രി ചെയ്ത ആ ബോർഡറിൽ നിന്ന് നമ്മളിനിയിപ്പം ഫെറിയിൽ യാത്ര ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ UK അകത്തേക്ക് കയറുവാണ്. 6 മണിക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ വെളിച്ചം വന്ന് തുടങ്ങിയിട്ടോ. നല്ല മനോഹരമായ സീ നമുക്ക് കാണാം. അതുപോലെ ഒത്തിരി ഷിപ്സ് എല്ലാം പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് ട്രാവൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 10 മണിക്കൂർ സുഖമായി ഉറങ്ങാമെന്ന് പറഞ്ഞ് വന്നെങ്കിലും ഉറക്കം ഒട്ടും നടന്നിട്ടില്ല. കാരണം ഏകദേശം 2-2.5 മണിക്കൂർ എത്തുമ്പോഴത്തേക്ക് ഫ്രഞ്ച് ബോർഡർ എത്തി. അതുവരത്തേക്കാണ് ഇച്ചിരിയെങ്കിലും ഉറങ്ങാൻ പറ്റിയത്. അതിനുശേഷം ഈ പറയുന്ന കണക്ക് ഫെറി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തുന്നു. അതുപോലെ തന്നെ ഫെറി കയറിയതിന് ശേഷം ഫുഡ് കാര്യങ്ങൾ, അവിടെ നിന്ന് പിന്നെ ആകെ 2 മണിക്കൂർ ട്രാവലുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഉറക്കമൊന്നും ശരിയാവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റെസ്റ്റ് എടുത്ത് വരണം എന്നുള്ളവർ ഒരിക്കലും ബസ് എടുത്ത് വരരുത്. ബട്ട് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ബസ് എടുക്കുന്നു, പിന്നെ നമ്മൾ ഫെറി കയറുന്നു, ഫെറിയിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ UK വന്ന് ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ രാത്രി ഉറങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മുടെ 2 മണിക്കൂറത്തെ യാത്രയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ UK പോർട്ടിനടുത്ത് എത്താറായി. പോർട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിൽ കയറണം. അവിടെ നിന്ന് പിന്നെ നേരെ ലണ്ടനിലേക്ക് ബസ്സിൽ യാത്ര. അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടോ. അങ്ങനെ നമ്മൾ ബസ് എടുത്തിട്ട് നമ്മൾ ലണ്ടനിലേക്ക് പോവാണ്. ഇനി ഫെറിയിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നിന്ന് ഏകദേശം വീണ്ടും 2 മണിക്കൂർ ട്രാവലുണ്ട് ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിലേക്ക്. അങ്ങനെ നമ്മൾ 10 മണിക്കൂറത്തെ ജേർണി കഴിഞ്ഞ് നമ്മൾ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിലെത്തി. എല്ലാവർക്കും എൻ്റെ കൂടെയുള്ള ജേർണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ വരുന്നവരത്തേക്കും എല്ലാവർക്കും ബൈ ബൈ.